രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയൻ നമ്മൾ 10ാമത്തെ ദശകമാണ്, 1ാമത്തെ ശ്ലോകമാണ്. നമുക്ക് 97ാമത്തെ എപ്പിസോഡാണ് നമുക്കുള്ളത്. ഇതിനു മുമ്പുള്ളതൊക്കെ പ്ലേലിസ്റ്റിൽ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ് ആണ്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോൾ രാധയുടെ പ്രണയം കിട്ടും. കണ്ണന്റെ രാധ, രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ പറയുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്, വെള്ളിയാഴ്ച സൗന്ദര്യലഹരിയുടെ ക്ലാസ്. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക. പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദൂരെ നിന്ന് വരുന്നവർക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതേ കണക്ക് തന്നെ പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും 9645333999 എന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചാൽ മതി, തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങളത് കേൾക്കണം, നിശ്ചയമായും അഷ്ടാവക്ര ഗീത കേൾക്കണം. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ രാധാ സഹസ്രനാമം ഞാൻ വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കുക. ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കേൾക്കുക. അതുപോലെ തന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. പിന്നെ എന്നും രാവിലെ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ആയിട്ടുള്ള അറിവ് പകരുന്ന മോർണിംഗ് മെസ്സേജുകൾ കിട്ടുന്നതാണ്. 5:30 മണിയാകുമ്പം രാവിലെ മോർണിംഗ് മെസ്സേജ് റിലീസാകുന്നതാണ്. നിങ്ങളതെല്ലാം നിങ്ങൾ കേൾക്കുക. ഭക്തമീരയുടെ കഥയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടുന്നതാണ്. പിന്നെ ഭഗവത്ഗീത എന്ന 1-2 അധ്യായം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പം നിങ്ങളതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കേൾക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹാ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. बरसाने वाली राधा रानी की जय.
എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ ഇത് നമുക്ക് പാടിത്തരുന്നത് ഗൗരിയാണ്. മലപ്പുറത്തുള്ള ഗൗരി എന്ന കൊച്ചുമിടുക്കിയാണ് പാടിത്തരുന്നത്. അപ്പൊ ഇന്നത്തെ ശ്ലോകം നമ്മുടെ ഗൗരി ഹൃദയത്തിൽ തട്ടിപ്പാടുകയാണ്. മലപ്പുറത്തുള്ള ഗൗരി. ഗൗരി തന്നെയാണ് ഈ വീഡിയോ നിർമ്മിക്കുന്നതും. കടുത്ത രാധാഭക്തയാണ് ഗൗരി. കടുത്ത രാധാഭക്തയായ ഗൗരിക്ക് ഇതാ നാരായണന്റെ അനുഗ്രഹം കിട്ടിയിരിക്കുന്നു. സാക്ഷാൽ നാരായണൻ നാരായണീയം പാടാനുള്ള അനുഗ്രഹം ഗൗരിക്ക് കൊടുത്തിരിക്കുന്നു. അതെ, രാധാറാണിയെ മാത്രം ഭജിക്കുന്നവരെയാണ് നാരായണൻ എപ്പോഴും ഇഷ്ടമെന്ന സത്യം മനസ്സിലാക്കുക. ഗൗരി രാധാറാണിയെ മാത്രമേ ഭജിക്കൂ, മറ്റാരെയും ഭജിക്കാറില്ല. അപ്പോൾ നാരായണൻ പ്രസാദിച്ചു. നാരായണൻ ഇതാ അവസരം കൊടുത്തു. അപ്പൊ നമ്മുടെ ഗൗരി അതിമനോഹരമായി പാടുകയാണ്. കേട്ടുകൊള്ളൂ. വൈകുണ്ഠവർദ്ധിതബലോധ ഭവത്പ്രസാദാത് അംബോജയോ നിരസൃജത്തില ജീവദേഹാൻ സ്ഥാസ്തൂനി ഭൂരുഹമയാണി തദാ സ്ഥിരശ്ചാം ജാതിർമനുഷ്യനിവഹാനപി ദേവഭേദാൻ. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കേ, വൈകുണ്ഠം വർദ്ധിതബലോ അഥ ഭവത് പ്രസാദാത് അംഭോജയോനി രസ്യജ കില ജീവദേഹാൻ സ്ഥാസ്നൂതി ഭൂരുഹമയാണി തഥാ തിരച്ചാം ജാതിർമനുഷ്യ നിവഹാനഭി ദേവഭേദാൻ. നോക്കെ, വൈകുണ്ഠ അർത്ഥം എഴുതിയോ? വൈകുണ്ഠവാസിയായ ഭഗവാൻ. വർദ്ധിത ബലോ അഥ അർത്ഥം വർദ്ധിച്ചതായ ബലത്താൽ പിന്നീട്. വർദ്ധിച്ചതായ ബലത്താൽ പിന്നീട്. ഭവത് പ്രസാദ അർത്ഥം അങ്ങയുടെ പ്രസാദം കൊണ്ട് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. ഇവിടെ പ്രസാദം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അനുഗ്രഹം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അംഭോജയോനി. അംഭോജയോനി ബ്രഹ്മാവ്. അസ്യജത്കില. അസ്യജത്കില എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു അത്രേ. ജീവദേഹാൻ അർത്ഥം ജീവനുള്ള ദേഹങ്ങളെയും. ജീവനുള്ള ദേഹങ്ങളെയും. പിന്നെ സ്ഥാസ്നൂനി ഭൂരുഹമയാണി. സ്ഥാസ്നൂനി ഭൂരുഹമയാണി അർത്ഥം ഭൂമിയിൽ നിന്ന് മുളച്ചുണ്ടായ വൃക്ഷങ്ങളും മറ്റും. ഭൂമിയിൽ നിന്ന് മുളച്ചുണ്ടായ വൃക്ഷങ്ങളും മറ്റും. തിരച്ചാം ജാതി അർത്ഥം തിര്യക്കുകള്. തിര്യക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടജന്തുക്കള് പക്ഷികളൊക്കെയാണ്. തഥാ അപ്രകാരം. മനുഷ്യ നിവഹാനബി അർത്ഥം മനുഷ്യ സമൂഹങ്ങളെയും. ദേവഭേദാൻ അർത്ഥം ദേവഗണങ്ങളെയും സൃഷ്ടിച്ചു അത്രേ. അതാണ് അർത്ഥം. ദേവഗണങ്ങളെയും സൃഷ്ടിച്ചു അത്രേ. ഇത് ഞാൻ വിശദീകരിച്ചു തരാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ, കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ മാത്രമേ പോകൂ, മറ്റെവിടെയും പോകാതിരുന്ന ഞാൻ എങ്ങനെയാണ് കഠിനമായ രാധാഭക്തനായതെന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഓരോ പ്രേക്ഷകരും അത് കാണണം, കാണാതിരിക്കരുതേ. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 96453339 വാട്സപ്പിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഞാൻ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ രാധിക കവചത്തിൻ്റെ ക്ലാസ് ഉണ്ട്, അതും നിശ്ചയമായി നിങ്ങൾ കേൾക്കണം. 2 രാധിക കവചമുണ്ട്. അത് രണ്ടും കേട്ടതിന് ശേഷം വേണം രാധാ സഹസ്രനാമം ചൊല്ലാൻ. ഇല്ലെങ്കിൽ രാധാ സഹസ്രനാമത്തിൻ്റെ പൂർണ്ണ ഫലം കിട്ടില്ല. ആ രാധിക കവചം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതും കേൾക്കണം. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ട് തരും. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. വൈകുണ്ഠനാഥനായ അല്ലയോ ഗുരുവായൂരപ്പ. വൈകുണ്ഠനാഥനായ അല്ലയോ ഗുരുവായൂരപ്പ. പിന്നെ ബ്രഹ്മാവ് നിന്തിരുവടിയുടെ പ്രസാദമല്ലെങ്കിൽ അനുഗ്രഹം കൊണ്ട് എന്തു ചെയ്തു? വർദ്ധിച്ച വീര്യമുള്ളവനായി മാറുകയും
ഭൂമിയിൽ മുളച്ചുണ്ടാകുന്ന വൃക്ഷങ്ങൾ തുടങ്ങിയവയെയും അതുപോലെ തന്നെ ദിവ്യക്കുകളുടെ അതായത് പക്ഷിമൃഗാദികളുടെ സമൂഹത്തെയും ദേവഗണങ്ങളെയും സൃഷ്ടിച്ചു. അപ്പൊ ഇവിടെ സൃഷ്ടിയുടെ രഹസ്യം ഭഗവാൻ തുറന്നു തരികയാണ് നമുക്ക്. സൃഷ്ടിയുടെ രഹസ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല ബലമുള്ളവനായി മാറുകയും എന്നിട്ട് ഭൂമിയിൽ മുളച്ചുണ്ടാകുന്ന വൃക്ഷങ്ങൾ തുടങ്ങിയവ സൃഷ്ടിച്ചു. അതിനുശേഷം ഇഴജന്തുക്കളെയും മറ്റും സൃഷ്ടിച്ചു, പക്ഷിമൃഗാദികളെ സൃഷ്ടിച്ചു, പിന്നെ മനുഷ്യനെയും ദേവഗണങ്ങളെയും എല്ലാം സൃഷ്ടിച്ചു. മനുഷ്യനും ദേവഗണങ്ങളുമൊക്കെ ഇതിന്റെ അവസാനത്തെ കണ്ണിയാണെന്ന് അറിയുക. അവർക്ക് മുമ്പ് തന്നെ വൃക്ഷങ്ങളെയും മറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ വരി, വൈകുണ്ഠ വർദ്ധിത ബലോ അധ ഭവത് പ്രസാദ. വൈകുണ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുണ്ഠവാസിയായ എന്നാണ് അർത്ഥം. വൈകുണ്ഠ എന്ന് പറഞ്ഞാൽ വൈകുണ്ഠവാസിയായ. വർദ്ധിത ബലോ അധ അർത്ഥം വർദ്ധിച്ചതായ ബലത്താൽ പിന്നീട്. ഭവത് പ്രസാദ അർത്ഥം അങ്ങയുടെ പ്രസാദം കൊണ്ട്. അപ്പൊ ഒന്നാമത്തെ വരിയിൽ പറയുന്നത് ബ്രഹ്മാവിന് ഭഗവാന്റെ പ്രസാദം കൊണ്ട് ബലം വർദ്ധിച്ചു. ഇവിടെ ബലം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ബലമല്ല, കഴിവ്, ബുദ്ധിശക്തി, അറിവ്, ഇതിനെയാണ് ബലം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബ്രഹ്മാവിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ബുദ്ധിശക്തി ഉണ്ടായി, അറിവുകൾ കിട്ടി, പ്രപഞ്ച രഹസ്യങ്ങൾ തുറന്നു കിട്ടി, സൃഷ്ടിയുടെ രഹസ്യങ്ങൾ തുറന്നു കിട്ടി. ഇതിനെയാണ് ബലം വർദ്ധിച്ചു എന്ന് പറയുന്നത്. ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പൊ എന്തൊക്കെ സൃഷ്ടിക്കണം, ആരെയൊക്കെ സൃഷ്ടിക്കണം, എത്ര ലോകങ്ങൾ വേണം, അത് എന്തായിരിക്കണം, അവരുടെ ആയുസ് എന്തായിരിക്കണം, ഓരോരുത്തരുടെയും ആകൃതി എന്തായിരിക്കണം, അവരുടെ ആകൃതിക്കനുസരിച്ച് അവരുടെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം. അല്ലേ, പക്ഷികൾക്ക് എന്ത് വേണം? ചിറക് വേണം. മീനുകൾക്കോ വെള്ളത്തിൻ്റെ അടിയിൽ ജീവിക്കാൻ തക്കവണ്ണമുള്ള അവയവങ്ങൾ വേണം. അങ്ങനെ എന്തൊക്കെ വേണം അതെല്ലാം സൃഷ്ടിക്കാനുള്ള അറിവുകൾ എന്ത് ചെയ്തു? കിട്ടി. ഇനി രണ്ടാമത്തെ വരിയാണ്. എന്താണ്? അംഭോജയോനി രസ്യജത് കില ജീവദേഹാൻ. അംഭോജയോനി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, അസ്യജിത് കില എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു അത്രേ. അസ്യജിത്താണ്, പക്ഷെ ഇതിനകത്ത് ചേർത്തെഴുതുമ്പോൾ രസ്യജിത്ത് എന്ന് വരുന്നു എന്നേ ഉള്ളൂ. ജീവദേഹാൻ, ജീവനുള്ള ദേഹങ്ങളെയും സൃഷ്ടിച്ചു. അതായത് രണ്ടാമത്തെ വരി പറയുന്നത് ഭഗവാന്റെ പ്രസാദം കൊണ്ട് ബലം വർദ്ധിച്ച ബ്രഹ്മാവ്. ഭഗവാന്റെ പ്രസാദം കൊണ്ട് ബലം വർദ്ധിച്ച ബ്രഹ്മാവ് ജീവനുള്ള ദേഹങ്ങളെ സൃഷ്ടിച്ചു. അപ്പൊ ഭഗവാന്റെ പ്രസാദം കൊണ്ട് ബലം വർദ്ധിച്ച ബ്രഹ്മാവ് ജീവനുള്ള ദേഹങ്ങളെ സൃഷ്ടിച്ചു. അതിനകത്ത് ചിലതൊക്കെ സ്ഥാവരങ്ങളായിരുന്നു. മനസ്സിലല്ലേ? ജീവനുള്ള ദേഹങ്ങളെ സൃഷ്ടിച്ചു. ബ്രഹ്മാവ് സൃഷ്ടിച്ചതിൽ ചിലത് സ്ഥാവരങ്ങളായിരുന്നു, ചിലത് ജംഗമങ്ങളായിരുന്നു. എന്താണ് ഈ സ്ഥാവരങ്ങൾ? സ്ഥാവരങ്ങൾ എന്ന് പറഞ്ഞാൽ ചലിക്കാൻ കഴിയാത്തവ. അതായത് വൃക്ഷങ്ങള്, സസ്യങ്ങള്, പർവ്വതങ്ങള്, പാറകള്, ഇവയാണ് സ്ഥാവരങ്ങളെന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മാവ് എന്ത് സൃഷ്ടിച്ചു? ചലിക്കാൻ കഴിയാത്ത വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും കൊച്ചു ചെടികളെയും പർവ്വതങ്ങളെയും പാറകളെയും കുന്നുകളെയും ഒക്കെ സൃഷ്ടിച്ചു. മറ്റു ചിലത് ജംഗമങ്ങളാണ്. എന്താ ജംഗമങ്ങൾ എന്ന് പറഞ്ഞാൽ ചലിക്കാൻ പറ്റുന്നവ. അതായത് പക്ഷികള്, മൃഗങ്ങള്, മനുഷ്യര്, ചലിക്കാൻ കഴിയുന്നവയിൽ ചിലത് മനുഷ്യദേഹങ്ങൾ. ചിലർക്ക് മനുഷ്യദേഹങ്ങളും കൊടുത്തു, ചിലർക്ക് ദേവശരീരങ്ങളും കൊടുത്തു. അപ്പൊ സൃഷ്ടിയുടെ രഹസ്യം ബ്രഹ്മാവ് തുറന്നു പറയുകയാണ്, ബ്രഹ്മാവിന് തുറന്നു കിട്ടുകയാണ്. കവി അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവ് ആദ്യം ചെയ്തത് സ്ഥാവരങ്ങളെയും ജംഗമങ്ങളെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ചലിക്കാൻ പറ്റാത്തവയെയും ചലിക്കാൻ പറ്റുന്നവയെയും സൃഷ്ടിച്ചു. അപ്പൊ ബ്രഹ്മാവ് വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു, സസ്യങ്ങളെ സൃഷ്ടിച്ചു, പർവ്വതങ്ങള്, പാറകള്,
കുന്നുകള്, ചെറിയ മലകള് ഇവയൊന്നും ചലിക്കാൻ പറ്റാത്തവയാണ്. പിന്നെ ചലിക്കുന്നവ ജംഗമങ്ങളെ സൃഷ്ടിച്ചു. പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. അപ്പൊ ചലിക്കാൻ പറ്റുന്നതിൽ ചിലർക്ക് ബ്രഹ്മാവ് മനുഷ്യ ശരീരം കൊടുത്തു, ചിലർക്ക് ബ്രഹ്മാവ് ദേവശരീരം കൊടുത്തു. എന്താണ് മനുഷ്യ ശരീരവും ദേവശരീരവും തമ്മിലുള്ള വ്യത്യാസം? മനുഷ്യ ശരീരത്തിൽ കുടലും ഹൃദയവും വൃക്കയും ആമാശയവും എല്ലാം ഉണ്ട്. ദേവശരീരത്തിൽ ഇതൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും മലമൂത്രാദി വിസർജ്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് മനുഷ്യ ശരീരത്തിൽ മാത്രമുള്ളത് ഒന്നാണ്. ഇനി നമുക്ക് 3ഉം 4ഉം വരികൾ നോക്കാം. സ്താസ്ന്യൂനി ഭൂരുഹമയാണീ തഥാ തിരച്ചാം ജാതീർ മനുഷ്യ നിവഹാനവി ദേവഭേദാൻ. സ്താസ്ന്യൂനി അർത്ഥം ഭൂമിയിൽ നിന്ന് മുളച്ചുണ്ടായ വൃക്ഷങ്ങളും മറ്റും. സ്താസ്ന്യൂനി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് മുളച്ചുണ്ടായ വൃക്ഷങ്ങളും മറ്റും. തഥാ, തഥ എന്ന് പറഞ്ഞാൽ അപ്രകാരം എന്നാണ് അർത്ഥം. തഥ എന്ന് പറഞ്ഞാൽ അപ്രകാരം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? തിരച്ചാം ജാതി. തിരച്ചാം ജാതി എന്ന് പറഞ്ഞാൽ തിര്യക്ക് ജാതികള്. തിര്യക്ക് എന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കള്, തിര്യക് ജാതികള്. മനുഷ്യ നിവഹാനഭി അർത്ഥം മനുഷ്യ സമൂഹങ്ങളെയും ദേവഭേദാൻ ദേവഗണങ്ങളെയും സൃഷ്ടിച്ചു അത്രേ. അപ്പൊ ഇവിടെ എന്താണ് അവസാനത്തെ വരിയിൽ പറയുന്നത്? നോക്കൂ, ഇവിടെ പറയുകയാണ് സ്താസ്ന്യൂനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്താസ്ന്യൂനി എന്ന് പറഞ്ഞാൽ വൃക്ഷലതാദികൾ അടങ്ങിയ സസ്യപ്രപഞ്ചത്തെയാണ്. അപ്പൊ ബ്രഹ്മാവ് സസ്യപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അതായത് വൃക്ഷങ്ങള്, പുല്ലുകള്, ചെറിയ ചെറിയ ചെടികള്, മനസ്സിലായ? അങ്ങനെ അതിൽ തന്നെ മുള്ളുള്ള ചെടികള്, മുള്ളില്ലാത്ത ചെടികള്, സുഗന്ധ പുഷ്പങ്ങൾ വിടരുന്നവ, പുഷ്പങ്ങൾക്ക് തന്നെ സുഗന്ധമില്ലാത്തവ, അതിൽ തന്നെ അതിമനോഹരമായവ, താമര മറ്റുമാണ്. അപ്പൊ അങ്ങനെ ബ്രഹ്മാവ് ആദ്യം ചെയ്തത് സ്താസ്നൂതിയെ സൃഷ്ടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വൃക്ഷലതാദികളെയും സസ്യങ്ങളെയും ഒക്കെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. അപ്പൊ ഇവയെ ബ്രഹ്മാവ് ഭൂരുഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്താ കാരണം? നമ്മുടെ ഇതിനകത്ത് ഭൂരുഹം എന്ന് കിടത്തുകൊണ്ട്, അതായത് ഇവയൊക്കെ ഭൂമിയിൽ മുളച്ചു പൊങ്ങുന്നതാണ്. അങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ നശിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭൂരുഹങ്ങൾ. ഒരു വൃക്ഷം ഭൂമിയിൽ മുളച്ചു പൊങ്ങുന്നതാണ്. അത് മുളച്ചു പൊങ്ങിക്കഴിഞ്ഞാൽ അത് നശിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കും, എങ്ങോട്ടും അത് ചലിക്കുകയില്ല. അതുകൊണ്ടാണ് കവി ഇവയെ ഭൂരുഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ എന്തിനെ സൃഷ്ടിച്ചു? കവി ഭൂരുഹങ്ങളെ സൃഷ്ടിച്ചു. പിന്നെ കവി പറഞ്ഞിരിക്കുന്നത് തിരച്ചാം ജാതികളെ സൃഷ്ടിച്ചു. എന്താണ് തിരച്ചാം ജാതി എന്ന് പറഞ്ഞാൽ? തിര്യക്കുകള്. അപ്പൊ നമ്മൾ നാരായണീയം ശ്ലോകം എടുത്താൽ അതിൽ പറയും തിരച്ചാം ജാതികളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ തിര്യക്കുകളെ സൃഷ്ടിച്ചു. എന്താണ് തിര്യക്കുകള്? ഭൂമിക്ക് സമാന്തരമായി ശരീരമുള്ളവ. ഭൂമിക്ക് സമാന്തരം, നമ്മൾ റെയിൽവേ പാളങ്ങൾ സമാന്തരങ്ങളാണ്. നമ്മൾ ഭൂമിക്ക് സമാന്തരമല്ല, നമ്മൾ ഭൂമിയിൽ ഇങ്ങനെ കുത്തനെ നിൽക്കുകയാണ്. ഭൂമിക്ക് സമാന്തരമായി ശരീരമുള്ളവ. പാമ്പിങ്ങനെ എഴുന്നേറ്റ് നിന്നല്ല നിൽക്കുന്നത്. ഭൂമി എങ്ങനെ കിടക്കുന്നുവോ ആ ഭൂമിക്ക് സമാന്തരമായ ശരീരമാണ്. പക്ഷി മൃഗാദികൾ ഭൂമിക്ക് സമാന്തരമായിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. അങ്ങനെ ഭൂമിക്ക് സമാന്തരമായ ശരീരമുള്ള പക്ഷികള്, മൃഗങ്ങള്, ഇഴജന്തുക്കള്, കീടങ്ങള്, ഇങ്ങനെ ഭൂമിക്ക് വിലങ്ങനെ സഞ്ചരിക്കുന്നവരെ സൃഷ്ടിച്ചു. മനസ്സിലായോ? ഇപ്പൊ സിംഹം, അതായത് 4 കാലുള്ളതെല്ലാം ഇങ്ങനെ ഭൂമിക്ക് സമാന്തരമായിട്ട് ഉള്ളവയാണ്. പിന്നെ ഇഴജന്തുക്കള്, കീടങ്ങള്, ഇവരെയൊക്കെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. അപ്പൊ സസ്യങ്ങളെ സൃഷ്ടിച്ചു, പിന്നെ തിര്യക്കുകളെ സൃഷ്ടിച്ചു. ഇപ്പൊ തിര്യക്ക് എന്താണെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലേ? അതിനുശേഷമാണ് മനുഷ്യരെ സൃഷ്ടിക്കുകയും പിന്നെ 4ാമത്തെ വിഭാഗമായ ദേവന്മാരെ സൃഷ്ടിക്കുകയും ചെയ്തു. അവിടെ കവി പറയുന്നത് ദേവഭേദാൻ എന്നാണ്. എന്തുകൊണ്ടാണ് ദേവഭേദാൻ എന്ന വാക്ക് ആ കവി ഉപയോഗിച്ചിരിക്കുന്നത്? ദേവന്മാരിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്.
ദേവന്മാരിൽ തന്നെ യക്ഷന്മാരുണ്ട്, കിന്നരന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്. അപ്പൊ എന്തു ചെയ്തു? ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ചത് വൃക്ഷലതാദികളെ, അത് കഴിഞ്ഞു പിന്നെ ആരെ സൃഷ്ടിച്ചു? അതായത് ഭൂരുവങ്ങളെ, പിന്നെ ദിവ്യക്കുകളെയൊക്കെ സൃഷ്ടിച്ചു. പിന്നെ മൂന്നാമതായി മനുഷ്യരെ സൃഷ്ടിച്ചു. നാലാമതായി ദേവകളെ സൃഷ്ടിച്ചു. ദേവകളെ തന്നെ പലതായി തരംതിരിച്ചു. യക്ഷന്മാര്, കിന്നരന്മാര്, ഗന്ധർവന്മാരെന്നിങ്ങനെ പലതായി വേർതിരിച്ചു. അപ്പം ഇവർക്കെല്ലാമുള്ള ഒരു സാദൃശ്യം എന്താണ്? ഇവർക്കെല്ലാം, മനുഷ്യർക്കും പിന്നെ ഏതാണ് മൃഗങ്ങൾക്കും ദേവന്മാർക്കും എല്ലാം ഉള്ള ഒരു സാദൃശ്യം എന്ന് പറയുന്നത് അവർക്ക് ശരീരമുണ്ട്, അല്ലേ? മനുഷ്യന് ശരീരമുണ്ട്, പക്ഷികൾക്ക് ശരീരമുണ്ട്, മൃഗങ്ങൾക്ക് ശരീരമുണ്ട്. ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ജീവനുമുണ്ട്, അല്ലെ? ഇപ്പൊ സിംഹത്തിന് അതിൻ്റെ ശരീരത്തെ ചലിപ്പിക്കുന്ന ജീവനുണ്ട്, അതുകൊണ്ടാണ് ചലിക്കുന്നത്. നമ്മൾ മനുഷ്യൻ, നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്ന ജീവനുണ്ട്. പാമ്പ്, അതിനൊരു ശരീരവുമുണ്ട്, അതിനെ പ്രവർത്തിപ്പിക്കാൻ ജീവനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജും ഉണ്ട്, ഫ്രിഡ്ജിനെ പ്രവർത്തിപ്പിക്കാൻ കറണ്ടും ഉണ്ട്. കറണ്ടിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, അനുഭവിച്ചറിയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ രണ്ട്, ജീവനുള്ളവയ്ക്കെല്ലാം വളർച്ചയും ഉണ്ട്, നാശവും ഉണ്ട്. അപ്പൊ ഇവയ്ക്കെല്ലാം ഉള്ള ഒരു പൊതു സ്വഭാവം, ശരീരമുണ്ട്. ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? ജീവനാണ്. ആ ജീവനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം കറണ്ടിനെ ലോകത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ കറണ്ട്, നിങ്ങൾ കണ്ണുകൊണ്ട് കറണ്ടിനെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് കറണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കറണ്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നത്. കറണ്ട് നിന്നാൽ പിന്നെ ഫ്രിഡ്ജ് എടുത്ത് കളയണം. അതുപോലെ ജീവൻ നിന്നാൽ ഈ ശരീരം എടുത്ത് കളയണം. ഈ ശരീരം ലഭിച്ചവർക്കെല്ലാം വളർച്ചയുണ്ട്, നമ്മുടെ ശരീരം വളരും. ഈ വളർച്ചയും മാത്രമല്ല, ഈ ശരീരത്തിന് നാശവും ഉണ്ട്. അപ്പൊ കർമ്മബന്ധങ്ങൾ കൊണ്ട് ജീവൻ സ്വീകരിക്കുകയാണ് ദേഹം. മനസ്സിലായില്ലേ? അവനവന്റെ കർമ്മബന്ധത്തിനനുസരിച്ച് ശരീരം സ്വീകരിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് മനുഷ്യ ശരീരം കിട്ടിയിട്ട് മൃഗത്തിന് തുല്യം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അടുത്ത ജന്മം നിങ്ങൾ മൃഗമായി പറക്കും, മൃഗത്തിന്റെ ശരീരം കിട്ടും. അതാണ് കർമ്മബന്ധം കൊണ്ടുള്ള ശരീരം. മനുഷ്യ ജന്മം കിട്ടിയിട്ട് എപ്പോഴും ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചീറ്റിക്കൊണ്ട് നിൽക്കുന്ന മനുഷ്യർ ആലോചിക്കുക, മുൻകോപമുള്ളവരെല്ലാം അടുത്ത ജന്മം പാമ്പായി ജനിക്കും. അതാണല്ലോ ഇങ്ങനെ ചീറ്റുന്നത്. ഇപ്പൊ നിങ്ങളുടെ കർമ്മബന്ധത്തിനനുസരിച്ച് ജീവൻ പോയി, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ജീവൻ പോയി. ഒരു അതായത് നിങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന കറണ്ടുണ്ട്. നിങ്ങൾ പാമ്പിനെ പോലെ ഇരുട്ടവിടക്ക ചീറ്റിയും മറ്റുള്ളവരോട് ചൂടായും നടന്നാൽ ഈ കറണ്ട് പോയി പാമ്പിന്റെ ബോഡിക്കകത്ത് കയറും. മനുഷ്യജന്മം കിട്ടി മൃഗത്തെ പോലെ ജീവിച്ചാൽ ഈ കറണ്ട് പോയി മൃഗത്തിന്റെ ശരീരത്തിനകത്ത് കയറും. ആർക്കും ഒരു ഉപകാരവും ചെയ്യാതെ അങ്ങനെ ജീവിക്കുന്നവൻ വൃക്ഷങ്ങളും മറ്റുമായി എന്തിനെയും ജനിക്കുന്നതാണ്. അപ്പൊ കർമ്മബന്ധം കൊണ്ട് ജീവൻ സ്വീകരിക്കുന്ന ദേഹം, ആ ദേഹം എന്ത് ചെയ്യുന്നു? ശ്രദ്ധിച്ചു കേട്ടോണം. ആ ദേഹം ചിലപ്പോൾ വൃക്ഷത്തിന്റെ രൂപത്തിലാകാം, ചിലപ്പോൾ ഇഴജന്തുക്കള് അതിൻ്റെ രൂപത്തിലാകാം, ഇല്ലേ? മൃഗങ്ങളുടെ രൂപത്തിലാകാം, പക്ഷികളുടെ രൂപത്തിലാകാം, അത് മനുഷ്യന്റെ രൂപത്തിലാകാം, ചിലപ്പോൾ ആരുടെ രൂപത്തിൽ? ദേവന്മാരുടെ രൂപത്തിലാകാം. അപ്പം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ശരീരം സ്വീകരിക്കുന്നതും ജീവനാണെന്ന് ആദ്യം അറിയുക. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശരീരത്തുള്ള ജീവൻ പുറത്തോട്ട് പോകും. ആ ജീവൻ എൻ്റെ പ്രവർത്തിക്കനുസരിച്ച്, ഞാൻ ജീവിച്ചിരുന്നിട്ടും മൃഗത്തെ പോലെ ജീവിച്ചാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ജീവൻ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ ശരീരത്തിൽ പോയി കയറും. ഞാൻ ഇരുട്ട വെളുത്ത് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരുന്നാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ജീവൻ പാമ്പിൻ്റെ ദേഹത്ത് കയറും. ഞാൻ ദേവന്മാരെ പോലെ നന്മകൾ ചെയ്ത് ജീവിച്ചാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ജീവനുണ്ടല്ലോ, അതിനു വേണ്ടി ബ്രഹ്മാവ് ദേവന്മാരുടെ ശരീരം സൃഷ്ടിച്ചു കൊടുക്കും, അതിനകത്ത് കയറും. മനസ്സിലല്ലേ? ഞാൻ പുഴുവിനെ പോലെ അല്പത്തരം കാണിച്ച് ജീവിച്ചാലോ എൻ്റെ ദേഹത്തുനിന്ന് പുറത്തു വരുന്ന ജീവന് വേണ്ടി ബ്രഹ്മാവ് പുഴുവിൻ്റെ ശരീരം സൃഷ്ടിച്ചു കൊടുക്കും. പുരുഷ ജന്മം കിട്ടിയിട്ടും പെണ്ണുങ്ങളെ പോലെ ഇങ്ങനെ കിടന്ന് കലവില കൂട്ടി ജീവിച്ചാലോ എൻ്റെ ജീവൻ പുറത്തു വരുമ്പോൾ എന്ത് ചെയ്യും ദൈവം? എൻ്റെ ജീവന് വേണ്ടി ഒരു സ്ത്രീയുടെ ശരീരം സൃഷ്ടിച്ചു കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ശരീരം സ്വീകരിക്കുന്നത് ജീവനാണ്. അപ്പൊ പ്രളയകാലത്ത് ഭഗവാനിൽ ഈ ജീവൻ ചെന്ന് ലയിക്കും. ശ്രദ്ധിച്ചു കേട്ടോണം. പ്രളയകാലത്തിൽ ഭഗവാനിൽ ഈ ജീവനുകളെല്ലാം, ഇപ്പം
നോക്കിക്കോണേ, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ജീവൻ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രളയം വരുന്നത്. സ്വാഭാവികമായിട്ടും ആ പ്രളയത്തിൽ എൻ്റെ ശരീരം നശിക്കും. പക്ഷെ എൻ്റെ ശരീരത്ത് നിന്ന് പുറത്തു വരുന്ന ജീവനുണ്ടല്ലോ, ആ പുറത്തു വരുന്ന ജീവൻ നേരെ പോയെന്ന് ഭഗവാനിലേക്ക്. അതുപോലെ ഈ രാധേ രാധേ ചാനൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവര് ഈ സമയത്ത് പ്രളയം വന്നുകൊണ്ടിരിക്കട്ടെ, അപ്പൊ നിങ്ങളെല്ലാം ഈ പ്രളയത്തിൽ ജലത്തിൽ മുങ്ങി മരിച്ചുപോയി എന്ന് നമ്മൾ പറയും. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്നൊക്കെ ജീവൻ പുറത്തോട്ട് വരും. ഈ ജീവൻ പ്രളയകാലത്ത് ഭഗവാനി ചെന്നങ്ങ് ജയിക്കും. അപ്പൊ ജീവൻ അനാദിയാണ്. ജീവൻ ആരും സൃഷ്ടിച്ചതല്ല, ജീവനെ ആർക്കും ഇല്ലാതാക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മരണത്തെ പേടിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഒരിക്കലും മരിക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ അവിടെ വെച്ച് അപ്രത്യക്ഷമാകുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രളയകാലത്ത് ഓരോ ശരീരത്തിൽ നിന്നും വരുന്ന ജീവൻ ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ്. പ്രളയം അവസാനിച്ചു കഴിയുമ്പോൾ ഭഗവാൻ ഈ ജീവനെ സ്വതന്ത്രമാക്കും. ആ പുറത്തു വരുന്ന ജീവന് അവൻ എന്തൊക്കെ കർമ്മം ചെയ്തു എന്ന് അറിയാനുള്ള കഴിവ് ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും ബ്രഹ്മാവിന്റെ ജോലി എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പ്രളയകാലം കഴിയുമ്പോൾ പുറത്തു വരുന്ന ജീവനുണ്ടല്ലോ, ആ ജീവന് അതിന്റെ കർമ്മത്തിനനുസരിച്ച ശരീരം സൃഷ്ടിച്ചു കൊടുക്കുക മാത്രമാണ്. ഇപ്പൊ പ്രളയകാലം വന്ന സമയത്ത് ഞാനൊരു മൃഗത്തെ പോലെ പെരുമാറി ജീവിച്ചതാണെങ്കിൽ പ്രളയം കഴിഞ്ഞ് എൻ്റെ ജീവൻ വരുമ്പോൾ അതിൽ എഴുതി വെച്ചേക്കും മൃഗതുല്യ ജീവിതമെന്ന്. ഉടനെ ബ്രഹ്മാവ് എനിക്ക് വേണ്ടി ഒരു മൃഗത്തിന്റെ ശരീരം സൃഷ്ടിച്ച് എൻ്റെ ജീവൻ അതിനകത്തോട്ടങ്ങ് വെക്കും. അതല്ല, ഞാൻ ദേവതുല്യമായി ഉള്ള കർമ്മങ്ങൾ ചെയ്താണ് ജീവിച്ചതെങ്കിൽ അതിനകത്ത് എഴുതിയേക്കും ദേവതുല്യ കർമ്മം. ഉടനെ എന്ത് ചെയ്യും? ബ്രഹ്മാവ് ആ എൻ്റെ ജീവനെ എടുത്തിട്ട് ദേവന്മാർക്ക് അനുയോജ്യമായ ശരീരം സൃഷ്ടിച്ചിട്ട് അതിനകത്തോട്ട് എൻ്റെ ജീവനെ അങ്ങ് കയറ്റിവിടും. അങ്ങനെ കയറ്റിവിടുന്ന ജീവന് നമ്മൾ ഓരോരോ പേരുകൾ കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഒരിക്കലും ജീവനെ നിർമ്മിക്കുകയല്ല. അതിനെ ആർക്കും നിർമ്മിക്കാൻ കഴിയില്ല, അത് അനാദിയാണ്. അപ്പൊ ബ്രഹ്മാവ് ചെയ്യുന്നത് എന്താണ്? ശരീരം സൃഷ്ടിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരം സൃഷ്ടിക്കുക എന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? ബ്രഹ്മാവ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല ശരീരം നിങ്ങൾക്ക് ബ്രഹ്മാവ് സൃഷ്ടിച്ചു തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട രാധേ രാധേ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ ചെയ്തത് എന്തോ ആയിക്കൊള്ളട്ടെ, ആ തെറ്റുകൾ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഇന്നു മുതൽ ദേവശരീരം ലഭിക്കാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം വിട്ട് നിങ്ങളുടെ ദേഹം ജീവൻ പുറത്തു വരുമ്പോൾ ബ്രഹ്മാവ് നിങ്ങൾക്ക് അനുയോജ്യമായ ദേവന്മാരുടെ ശരീരം നിർമ്മിക്കുകയും നിങ്ങളുടെ ജീവനെ അതിലേക്കാക്കുകയും നിങ്ങൾ ദേവലോകത്ത് വന്ന് ജനിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വൈകുണ്ഠത്ത് പോകാനുള്ള അർഹത നേടിയിട്ടാണ് ജീവൻ വെടിയുന്നതെങ്കിൽ വൈകുണ്ഠത്തുള്ള മനുഷ്യന് അനുയോജ്യമായ ശരീരം നിർമ്മിക്കുകയും അതിലേക്ക് നിങ്ങളുടെ ജീവനെ കയറ്റുകയും ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചോളൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ക്ലീം ക്ലീം ഐം ബ്രം രാസേശ്വരി രാധികായേ സ്വാഹ.